നാഷണൽ ഹെറാൾഡ് കേസിൽ ഞാൻ ജയിലിലടക്കപ്പെടുകയാണെങ്കിൽ ആശുപത്രിയിൽ ഈ ഘട്ടത്തിൽ കിടക്കുന്ന അമ്മ അറിയരുത് എന്ന് കേസിയോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അങ്ങനെ ഒരു കുറച്ചുകൂടി ഒരു എല്ലാതരം വൾണറബിലിറ്റി, അതായത് അത് പുറമേക്ക് പ്രകടിപ്പിക്കാൻ കൂടി പറ്റുന്ന തരം നേതാക്കളിൽ ഒരാളായിട്ട് കൂടി തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ല, അത് പിന്നെ ഞാനല്ലല്ലോ അത് പറയട്ടെ. രാഹുൽജി എന്നെ ഒരു സത്യത്തിൽ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ക്രൈസിസ് പീരീഡുകൾ, ഞങ്ങൾ പാർട്ടിയുടെ ക്രൈസിസ് പീരീഡ് അദ്ദേഹത്തിൻ്റെയും ക്രൈസിസ് പീരീഡായിരുന്നു. അതെ. ആ സമയത്ത് 54 മണിക്കൂറാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. രാവും പകലും വെള്ളം പോലും പലപ്പോഴും കുടിക്കാൻ കിട്ടിയിട്ടില്ല. ആ ക്വസ്റ്റ്യൻ, ആ കേസിൻ്റെ സ്ഥിതിയാണ് ഇപ്പോൾ ജോസഫിൻ്റെ കോട്ടൊന്ന് എടുത്ത് ചാടിയത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഒരു മനുഷ്യൻ അതിൻ്റെ വേറൊരു കേസിൻ്റെ പേരിലാണ് ഡിസ്ക്വാളിഫൈ ചെയ്തത്. എന്തിനാണ്? ഒരു വാചകം പബ്ലിക് മീറ്റിംഗ് പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP യെ പാർലമെൻറ്റിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്തു. അതും പരമോന്നത നീതിന്യായ കോടതി തന്നെയാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ എന്താ അവർക്ക് ഇപ്പം തന്നെ 36ഓളം കേസുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ, 36 കേസുകൾ. അപ്പം ഇത്തരം കേസുകൾ ഞാൻ ഇന്ന് വരെ ഭയമെന്ന് പറയുന്നൊരു വികാരം രാഹുൽ ഗാന്ധി കണ്ടിട്ടില്ല. അതാണ് രാഹുൽ ഗാന്ധി വ്യത്യസ്തനാക്കുന്നത്. പുള്ളിക്ക് അങ്ങനെ ഒരു കാര്യത്തിലും ഭയമില്ല. പക്ഷേ സ്നേഹിക്കപ്പെടുന്ന ഒരു അമ്മയോട് വൈകാരികമായ അടുപ്പമുണ്ട്. അപ്പോൾ പുള്ളി ജയിലിലാവുന്ന സമയത്ത് ആ അമ്മയെ അറിയിക്കണ്ട, നീ ഹാൻഡിൽ ചെയ്തോളണം എന്ന് പറയുന്നത് അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ്. ഭയത്തിൻ്റെ എന്തിനേയും നേരിടാനുള്ള ധൈര്യം കാണിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അതുകൊണ്ടല്ല നിശിതമായി വിമർശിക്കുന്നത്. എല്ലാവരും പൊതിഞ്ഞ് വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഇത്. ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാം നിങ്ങൾ എടുത്തു നോക്കിയോ, മോഡിക്കെതിരെ നേർക്കുനേർ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾ സഞ്ചരിക്കുന്ന പാത തെറ്റാണ്, നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കറക്റ്റ് ചെയ്യണം ഈ രാജ്യത്തിന് വേണ്ടി എന്ന് പറയാൻ ആർജവം കാണിക്കുന്ന, മുഖത്ത് നോക്കി പറയാൻ ആർജവം കാണിക്കുന്ന ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്, അത് ഇതിനാ കോൺഫിഡൻസ് ഉള്ളതാണ്.